Tulips, South India's largest beauty salon chain. Best service, lowest price. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് Tulips സ്പർശം. Tulips, Shibu Tulips Concern. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി പൊന്നാനി ടൗണിൽ പര്യടനം നടത്തി. പൊന്നാനി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പൊന്നാനി ടൗൺ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായായിരുന്നു MP അബ്ദുൽ സമദ് സമദാനി സന്ദർശനം നടത്തിയത്. വലിയ ജമാഅത്ത് പള്ളി, മൗനത്തുൽ ഇസ്ലാം സഭ, ജയം റോഡ് പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു അബ്ദുൽ സമദ് സമദാനിയുടെ പര്യടനം നടന്നത്. മതസൗഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയ ബോധത്തിന്റെയും പ്രധാനപ്പെട്ട മണ്ണാണ് പൊന്നാനിയെന്നും പൊന്നാനിയിൽ മത്സരിക്കാൻ സാധിച്ചത് മഹാഭാഗ്യമായി കാണുന്നതായും ദേശീയ രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും അസ്വാരസ്യങ്ങൾ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. ചരിത്രത്തിൻ്റെ ഗേഹെന്ന് പറഞ്ഞാൽ പോരാ, ചരിത്രത്തിൻ്റെ സൃഷ്ടിപ്പ് നടത്തപ്പെട്ട സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പൊന്നാനി താലൂക്കാണ്. കേരളത്തിൻ്റെ നവോത്ഥാനം, കേരളത്തിൻ്റെ സാഹിത്യം, കേരളത്തിൻ്റെ സമുദായ മൈത്രി, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളതാണ് പൊന്നാനി മണ്ണ്. ആ മണ്ണിലെത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ വലിയ സ്നേഹമാണ് കണ്ടത്. UDFന് അനുകൂലമായിട്ടുള്ള തരംഗം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ആൾക്കൂട്ടം, വളരെ വലിയ ജനസഞ്ചയം, അവരുടെ എന്തെന്നില്ലാത്ത ആവേശം, അവരുടെ മനസ്സ്, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ, ആശംസകൾ, ഇതൊക്കെ വൻതോതിലാണ് എന്നെ ഉണർത്തുന്നത്, എന്നെ വളരെ ഉത്സാഹിപ്പിക്കുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്നത്. സമസ്തന്റെ ഭാഗത്തു നിന്നുള്ള അതൊന്നും ഒരു കാര്യമില്ലാത്തതാണ്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. വേറെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ചോദിച്ചാൽ മതി. സമസ്ത മഹാപ്രസ്ഥാനമാണ്, അതിൻ്റെ പേരൊന്നും ഇതിലേക്ക് ആരും വലിച്ചഴക്കണ്ട. ഡൽഹിയിൽ ആര് അടുത്ത ഗവൺമെൻറ് ഉണ്ടാക്കണം, ഡൽഹിയിൽ ആര് അധികാരത്തിൽ വരണം, ഒരു മതേതര ഗവൺമെൻറ്റിനെ എങ്ങനെ ഡൽഹിയിൽ അധികാരത്തിൽ കൊണ്ടുവരണം, ഇപ്പോഴുള്ള ഗവൺമെൻറ്റിനെ എങ്ങനെ ഇറക്കാൻ ആർക്ക് കഴിയും, ഇതാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. ഇവിടെയുള്ള ഈ ചെറിയ തർക്കം തീർക്കാനുള്ള ഏർപ്പാടല്ല. ഇത് ദേശീയമായൊരു കാഴ്ചപ്പാടോടുകൂടി നടത്തേണ്ട ഒരു ഇലക്ഷനാണ്. ജനങ്ങൾക്കതുണ്ട്, ഏത് സാധാരണക്കാർക്കും ആ ബോധമുണ്ട്. സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക്, തെരുവിലെ കച്ചവടക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇപ്പോൾ കഴിയണം. അതിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതൊരു വലിയ അവസരമാണ്. ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴത് കഴിയാം. അപ്പോൾ അതിന് പറ്റിയ ആളുകൾ വേണം, അതിന് പറ്റിയ കാഴ്ചപ്പാട് വേണം, രാഷ്ട്രീയമായിട്ടുള്ള വിഭവങ്ങൾ വേണം. അതിപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസാണ്. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണം. പിന്നെ ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ, അത് നെഹ്റു പാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുലിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കണം, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം, മതേതര വോട്ട് ഭിന്നിക്കാൻ ഇടയാകുന്ന ഒരു പണി ഇപ്പോൾ ചെയ്യരുത്, ഒരോട്ടെങ്കിലും വർദ്ധിപ്പിക്കണം. അത് ദേശീയമായിട്ട് വലിയൊരു ലക്ഷ്യത്തിൽ ചെന്നെത്തണം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ NDA ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി അവിടെ ഒരു മതേതര ഗവൺമെൻറ്റിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മണ്ണ്, കേരള ചരിത്രത്തിൽ അവർ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, അതുപോലെയാണ് എല്ലാവരും. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ 2 ബോർഡ് ശ്രദ്ധിച്ചു. ഒന്ന് എടശ്ശേരിയുടെ വായനശാലയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് അതിൻ്റെ ഭാരവാഹി എന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞു, പൊന്നാനി ഉണ്ട്, അവിടെ ഒരു ദിവസം വരണം, സംസാരിക്കണം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇന്നിങ്ങോട്ട് കടന്നു വന്നപ്പോൾ. ഞാൻ എടശ്ശേരിയെ പറ്റി കേരളം മുഴുവൻ സംസാരിക്കുന്നതാണ്. എടശ്ശേരിയുടെ കവിതയെപ്പറ്റി, കുഴിവെട്ടി മൂടുക വേദനകൾ എന്നൊക്കെ പാടി എടശ്ശേരിയെപ്പറ്റി. പക്ഷേ എടശ്ശേരിയുടെ മണ്ണാണിത്. ഞാൻ MLA ആയിരുന്നപ്പോൾ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ അതിർത്തിയിലാണ് എടശ്ശേരി. അതുകൊണ്ട് എടശ്ശേരി സ്മാരകത്തിന് വേണ്ടി തുക വകയിരുത്തിയിരുന്നു ബജറ്റിൽ. അത്രയും എടശ്ശേരിയുടെ സ്മരണ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പിന്നെ ഞാൻ കണ്ടത് ഉറൂബിൻ്റെ പേരിലുള്ളൊരു ബോർഡാണ് ഇവിടെ. എന്തോ ഒരു പരിപാടിയുടെ ബോർഡാന്ന് തോന്നുന്നുണ്ട്, ഉറൂബിൻ്റെ ചിത്രം, PC കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ പൊന്നാനിയെന്ന് പറഞ്ഞാൽ കേരളത്തിന് വഴികാട്ടിയ മണ്ണാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിന്, സംസ്കാരത്തിന്, നവോത്ഥാനത്തിന്, സാമുദായിക മൈത്രിക്ക്, സാഹിത്യത്തിന്, കലാപാരമ്പര്യത്തിന് വേറെ ഒരുപാട് ആളുകളുണ്ടായിട്ടുണ്ടല്ലോ പൊന്നാനി.